ഹലോ കൂട്ടുകാരെ, അൻസുമോളുടെ കുറച്ച് വിശേഷമായാലോ. ഇച്ചായൻ ഡ്യൂട്ടിക്ക് പോയപ്പോഴത്തേക്കും ഞാനും അൻസുമോളും കൂടെ കുറച്ച് നേരം കിടന്നുറങ്ങി. ഞാൻ നേരത്തെ എണീറ്റായിരുന്നു. അൻസുമോൾ ഇപ്പോൾ എണീറ്റ് വന്നു. ഇങ്ങനെ വന്നിരിക്കുകയാണ്. അവൾക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ രാവിലെ പാൽ കൊടുത്തു. ഇപ്പം ഞാൻ പാലൊന്നും കൊടുത്തില്ല. ദോശ കഴിക്കാൻ വേണ്ടി എടുത്തു. 2-3 പിടിയൊക്കെ അവൾ നുള്ളി കഴിച്ചു. ഞാനും വാരി കൊടുക്കുന്നുണ്ട്. എന്നാലും കാര്യമായിട്ടൊന്നും അവൾ കഴിക്കുന്നൊന്നുമില്ല. ഉറക്കം എണീറ്റ് വന്നിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. ചടഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ പനിയുടെ ക്ഷീണമൊക്കെ ഒന്ന് വിട്ടുമാറാനുണ്ട്. പൂർണ്ണമായിട്ട് അതൊന്നും മാറിയിട്ടില്ല. ഞാൻ അൻസുമോൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ദോശയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ചെറുപയറും ബീട്രൂട്ടുമാണ് ഞാൻ അതിനെടുത്തിട്ടുള്ളത്. മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മാവിൽ മിക്സ് ചെയ്ത് വേണം ദോശ ചുടാൻ വേണ്ടി. ഇതിനു മുമ്പ് ഞാനുണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അൻസുമോൾ കഴിക്കാറുമുണ്ട്. ഇപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ദോശയുടെ കൂടെ നമ്മൾ പല രീതിയിൽ ദോശ ചുടുമല്ലോ. വെജിറ്റബിളൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അൻസുമോൾ ഇന്ന് കഴിക്കുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല ഗൈസ്. എങ്കിലും ഞാൻ അവൾക്ക് തയ്യാറാക്കുകയാണ്. എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം. പിന്നെ അൻസുമോളുടെ സ്പെഷ്യൽ ദോശ റെഡി.